കൃഷിഭൂമികളായി നിറഞ്ഞു നിന്നു. എന്നാൽ ഇന്ന് പേരിന് പോലും കൃഷിഭൂമി ഇല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് കേരളം മാറിക്കൊണ്ടിരിക്കുന്നത്. പലയിടങ്ങളിലും കൃഷിഭൂമി ഇല്ല. 1.25 ലക്ഷത്തിലേക്ക് മാറിയിരിക്കുന്നു. 2.5 ലക്ഷത്തോളം കൃഷിഭൂമി കുറഞ്ഞിരിക്കുന്നു. ഇതിലൂടെ പല പ്രശ്നങ്ങളും അനുഭവപ്പെടുന്നു. അതുമാത്രമല്ല, സർക്കാരിന്റെ ആൾക്കാരെല്ലാവരും കൃഷിക്കാരും സ്വന്തമായി പച്ചക്കറികളും ചെടികളും നട്ടുവളർത്തി അവയെ പരിപാലിച്ച് നോക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഫോണിന്റെയും ടിവിയുടെയും അടിമയായി മാറിപ്പോയി. വരുംകാലത്ത് ഇപ്പോഴത്തെ സമൂഹം പൂർണ്ണമായി ഞാനിവിടെ പറയാൻ പോകുന്നത് കൃഷി സാധനങ്ങളുടെ വിലക്കുറവും വിപണിയുടെ അഭാവവും. പണ്ട് കാലത്ത് കേരളത്തിൽ നിറയെ കൃഷി ഉണ്ടായിരുന്ന സമയത്ത് എല്ലാ വീട്ടിലും ഓരോ കൃഷിത്തോട്ടം വീതം ഉണ്ടായിരുന്നു. പലചരക്ക് സാധനങ്ങളും മറ്റ് കൃഷി ഉൽപ്പന്നങ്ങളും എത്തിക്കുന്നത് ചെയ്യുമ്പോൾ കഠിനമായ മഴയോട് പാടങ്ങളിൽ വെള്ളം കയറുമ്പോൾ നല്ല ബുദ്ധിമുട്ടും കർഷകർക്ക് അനുഭവപ്പെടുന്നു. മഴ കുറഞ്ഞു വരൾച്ച തുടങ്ങുമ്പോൾ കൃഷിക്കാർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ട് ധാരാളം ഉണ്ടാകുന്നു. ഇന്നത്തെ കർഷകന്റെ അവസ്ഥ അപ്രതീക്ഷയുടെ മുകളിൽ കരുതലാണ്. സാമ്പത്തിക നഷ്ടം കർഷകരെയും വളരെയധികം നഷ്ടപ്പെടുത്തുന്നു. പ്രവചിക്കാനാവാത്ത മഴയും ചൂട് കാരണം കൃഷിയെ വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നു. പുതിയ തലമുറ കൃഷിയിൽ നിന്ന് അകന്നു പോകുന്നത് ഈ മേഖലയുടെ നിലനിൽപ്പിന് ഭീഷണിയാണ്. ഇരുട്ടിൽ ചെറിയ പ്രകാശം തേടുന്നത് പോലെ കൃഷിയിൽ പുതിയ സാങ്കേതിക വിദ്യയും. കാർത്തിക് ദക്ഷിണോട് ചോദ്യം ചോദിക്കുകയാണ്. സംസാരിക്കാതിരുന്നാലേ കേൾക്കുള്ളൂ. ചോദ്യം ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നു. കൃഷിഭൂമി കുറയാനുള്ള കാരണമെന്ത്? അതിനെ നമുക്ക് എങ്ങനെയാണ് ചെറുക്കാൻ സാധിക്കുക? അതാണ് ചോദ്യം. കൃഷിഭൂമി കുറയാനുള്ള കാരണം എന്നത് നഗരവൽക്കരണം തന്നെയാണ്. 100% നമുക്ക് യോജിക്കാവുന്ന ഒരു കാര്യം തന്നെയാണത്. കൃഷിഭൂമി ഇടിച്ച് അവിടെ മണ്ണിട്ട് നിരപ്പാക്കിയാണ് അവിടെ പുതിയ ബിൽഡിങ്ങുകൾ കെട്ടിപ്പൊക്കുന്നതും ആവാസ വ്യവസ്ഥയെ നാം നശിപ്പിക്കുകയാണ്. ഇതിനെ ചെറുക്കാണെങ്കിൽ നമുക്ക് പുതിയ വലിയ വലിയ ബിൽഡിങ്ങുകൾ പണിയുന്നതിന് പകരം മുകളിലേക്കുള്ള നിലകളോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പുതിയ ഐഡിയകളെ ആലോചിക്കാവുന്നതാണ്. കൃഷി നമുക്ക് പലയിടങ്ങളിലും ചെയ്യാം. അപ്പൊ കൃഷി പലയിടങ്ങളിലും ചെയ്യാൻ സാധിക്കും. നികത്തപ്പെടുന്ന കൃഷിഭൂമികൾ കുറയ്ക്കുക, മുകളിലേക്ക് ബിൽഡിങ്സ് കൂടുതൽ പണിത് അങ്ങനെ കൃഷിഭൂമിയുടെ നഷ്ടം ഒഴിവാക്കുക, ഇങ്ങനെ തുടങ്ങി അനേകം വസ്തുതകൾ ദക്ഷ പറഞ്ഞു. കർഷകർ നേരിടുന്ന പ്രതിസന്ധിക്ക് കാരണം എന്തെന്നായിരുന്നു ചോദിച്ച ചോദ്യം. അതിന് കാരണം പുതിയ തലമുറ മൊബൈൽ ഫോണിന് കൂടുതൽ ആകൃഷ്ടരാകുന്നത് മൂലം കൃഷിയിൽ നിന്ന് അകലുന്നു എന്നാണ് അനന്തൻ പറഞ്ഞ മറുപടി. ഇതിനോടാണ് ചോദ്യം. ഇനി അടുത്ത പുതിയ തലമുറയ്ക്ക് കൃഷിയിൽ താല്പര്യം വളരാൻ എന്ത് ചെയ്യണം? നല്ലൊരു ചോദ്യമാണ്. മൊബൈൽ ഫോണിന്റെ ഉപയോഗം കുറയ്ക്കുകയും കൃഷിക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യണം. വീട്ടുവളപ്പിൽ തന്നെ ധാരാളം കൃഷി ചെയ്യണം തുടങ്ങി അനേകം പോയിന്റ് അദ്വൈതം ജയമോൻ പറഞ്ഞിരിക്കുന്നു. ചോദ്യം ചാർലിയോടാണ്. കർഷകർക്ക്
കൃഷികൾ ഉൽപ്പാദിപ്പിക്കുക. ഗ്രോ ബാഗില് ചെടിച്ചട്ടികള്, ഗ്രീൻ ഹൗസ്, അങ്ങനെയൊക്കെ ടെറസൊക്കെ കുറച്ച് ടെറസിന്റെ മുഖത്ത് കൃഷികൾ നടത്താം. അനേകം കാര്യങ്ങൾ അങ്ങനെയൊക്കെ നടത്താം. അപ്പോ നല്ലൊരു ചോദ്യമായിരുന്നു. കൃഷിഭൂമി കുറയുന്നത് മാത്രമാണോ, അതിനെ ആ നഷ്ടം മാറ്റാനായിട്ട് എന്ത് ചെയ്യണം, കൃഷിക്ക് എങ്ങനെ കൂടുതൽ കൃഷി ചെയ്യാം എന്നായിരുന്നു മെൽവിന്റെ ചോദ്യം. അപ്പോ ഗ്രോ ബാഗ്, ടെറസിന്റെ മുകളിൽ കൃഷി ചെയ്യുന്ന സംവിധാനം ഒക്കെ ഉപയോഗപ്പെടുത്താം എന്ന് ചാർലി ഉത്തരം പറഞ്ഞിരിക്കുന്നു.